തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്തെത്തിക്കും എന്നായിരുന്നു ബിജെപിയുടെ അവകാശവാദം. അത് അവർ നടപ്പാക്കിയിരിക്കുന്നു. എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുക കൂടി ചെയ്തിരിക്കുന്നു നരേന്ദ്രമോദി. കേരളത്തിലെ LDF, UDF മുന്നണികളെ കണക്കിന് വിമർശിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. ഇരു മുന്നണികളും മാറി മാറി ഭരിച്ച് കേരളത്തെ മുടിച്ചെന്നും കേന്ദ്ര പദ്ധതികളുടെ ഗുണം ജനങ്ങളിലെത്താതിരിക്കാൻ കാരണം ഇടത് സർക്കാരാണെന്നും ഇരട്ട എഞ്ചിൻ സർക്കാർ ഇവിടെ കേരളത്തിൽ വരണമെന്നും നരേന്ദ്രമോദി. കേരളത്തിലെ കോൺഗ്രസിന് പുതിയ ഒരു വിശേഷണം കൂടി ചാർത്തി നൽകിയിട്ടുണ്ട് അദ്ദേഹം. MMC, മാവോ മുസ്ലിം ലീഗ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇല്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ മോദിയുടെ വരവ് കേരളത്തിലെ BJPക്ക് നിരാശാജനകമാണോ? എന്താണ് മോദിയുടെ മിഷൻ കേരള പ്ലാൻ? തിരുവനന്തപുരം കോർപ്പറേഷൻ തുറന്നിട്ട വാതിൽ നിയമസഭയിലേക്കോ? സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നു. അതിഥികളായി CPM-ൽ നിന്ന് M പ്രകാശൻ, കോൺഗ്രസിൽ നിന്ന് നിജേഷ് അരവിന്ദ്, C സതീശൻ, NDA-യിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ മുഹമ്മദ് ഹനീഫ എന്നിവർ ചേരുകയാണ്. നിജേഷ്, നോക്കൂ, കോർപ്പറേഷൻ പിടിച്ചാൽ മോദി വരുമെന്ന് പറഞ്ഞു. മോദി എത്തി. ചില പ്രഖ്യാപനങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ നടത്തി അദ്ദേഹം മടങ്ങുകയും ചെയ്തു. ഇതോടുകൂടി NDA-യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് NDA ക്യാമ്പുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ കേരളത്തിൽ ഒരു സീറ്റ് കൂടി തുറക്കും, നിയമസഭയിലേക്കുള്ള ഒരു എൻട്രി ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. അവർ അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ ആ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് കോൺഗ്രസിനെതിരായ വിമർശനമാണ്. MMC എന്നൊരു വിശേഷണം, ഒരു പുതിയ പേര് കോൺഗ്രസിന് ചാർത്തി നൽകിയിരിക്കുന്നു മോദി. മാവോ മുസ്ലിം ലീഗ് കോൺഗ്രസ്. മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയത പറയുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. എങ്ങനെയാണ് അതിനോടുള്ള കോൺഗ്രസിന്റെ ഒരു പ്രതികരണം, നിലപാട്? ഒന്നാമത്തെ കാര്യം, 45 ദിവസത്തിനകം മോദി വരുമെന്ന് പറഞ്ഞു. മോദി വരുമെന്ന് മാത്രമല്ല പറഞ്ഞത്, മോദി വന്ന് തിരുവനന്തപുരത്തെ പറ്റി അവരുടെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കും എന്നാണ്. അദ്ദേഹം തിരിച്ചുപോയ സമയത്ത് അങ്ങനെയൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായോ? കേരളത്തിൻ്റെ ഒരു കോർപ്പറേഷൻ പിടിച്ച രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ഒന്നാകുമ്പോൾ ഈ ദിവസം കൊണ്ട് അവർ തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാക്കി മാറ്റാൻ ആവശ്യമായ എന്തെങ്കിലും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാൽ നമ്മൾക്ക് അംഗീകരിക്കാമായിരുന്നു. അദ്ദേഹം ഒരു ട്രെയിൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നു, അവിടെ കുറെ രാഷ്ട്രീയ പൊളിറ്റിക്സ് പറഞ്ഞു, പിന്നീട് അദ്ദേഹം പച്ച വർഗീയത പറഞ്ഞ് തിരിച്ചുപോയി. മോദിയിൽ നിന്ന് കോൺഗ്രസ് ഇതിനപ്പുറത്തൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ 3 വർഷം മുമ്പ് കർണാടക തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് 9 മാസത്തിനിടയിൽ 25 തവണയോ മറ്റാണ് അദ്ദേഹം ബാംഗ്ലൂരിൽ വന്നത്. അവസാനത്തെ പ്രസംഗത്തിൽ അദ്ദേഹം വിരൽ ചൂണ്ടിയത് നമുക്ക് നേരെയാണ്. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലേക്ക് നോക്കൂ, കേരള സ്റ്റോറി കണ്ടോ? അത്രയ്ക്കേറെ പച്ച വർഗീയത പറഞ്ഞിട്ട് കേരളത്തിലും ഗുണമുണ്ടായിട്ടില്ല, കർണാടകയിലും ഗുണമുണ്ടായിട്ടില്ല. അവിടെ BJP ഭരണത്ത് പുറത്തേക്ക് പോയതാണ്. അതുകൊണ്ട് മോദി എത്ര പറഞ്ഞാലും, മോദി എത്ര ആവർത്തിച്ചു പറഞ്ഞാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് മുന്നോട്ട് പോകും. പിന്നെ അദ്ദേഹത്തിന്റെ വർഗീയത ഇവിടെ ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരു CPM-ന്റെ പൊളിറ്റിക്കൽ ലൈന് കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനം ഉണ്ടാവുമോ എന്ന് മാത്രമാണ് നമ്മൾ പഠിക്കാനുള്ളത്. അതിനപ്പുറത്തേക്ക് മോദിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. കാരണം നമുക്കറിയാം, ഇന്നലെ നിയമസഭയ്ക്കകത്ത് സോണിയാഗാന്ധിയെ വിമർശിച്ച് അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിയാണ്. MP രാജേഷാണ് സോണിയാഗാന്ധിക്കെതിരെ പ്രസംഗിച്ചത്. പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഓഫീസിലേക്ക് മാർച്ച് നടത്തുക എന്ന ഹോബിയുള്ള ആളുകളാണ് ഇവിടുത്തെ CPM-കാർ. സെയിം കാര്യമാണ് അവിടെ കോൺഗ്രസിനെ, രാഹുൽ ഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ, സോണിയാഗാന്ധിയൊക്കെ വിമർശിക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണ് BJP ചെയ്തത്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടാക്കുമോ എന്ന് മാത്രമാണ് നമുക്ക് കാണാനുള്ളത്. അല്ലാതെ മോദിയുടെ വരവ് ഒരു ഇമ്പാക്റ്റും കേരളത്തിനകത്ത് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. കേരളം ഒരു MP-യെ കൊടുത്തിട്ടുണ്ട് അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന്. തെറ്റുകൾ ഏത് കാലത്തും ജനങ്ങൾക്ക് പറ്റാറുണ്ട് എന്ന് തൃശ്ശൂരിൽ ഓരോരുത്തർക്കും അറിയാം. തൃശ്ശൂരിൽ പറ്റിയത് ഒരു വലിയ തെറ്റായിരുന്നുവെന്ന് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയ ആളുകൾക്കറിയാം. എന്ത് ഗുണം? കഴിഞ്ഞ 1 വർഷത്തിലധികമായി കൊണ്ട് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നമ്മൾക്കൊക്കെ സ്വീകാര്യമായ അല്ലെങ്കിൽ കേരളത്തിന് കൺവിൻസ് ആകുന്ന എന്തെങ്കിലും ഒന്ന് ശ്രീ സുരേഷ് ഗോപിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കേ. തൃശ്ശൂരിലെ ജനത ഒരു കൈത്തറ്റ് പോലെ കൊടുത്ത ആ
മാൻഡേറ്റ് ഏതെങ്കിലും രീതിയിൽ ഗുണപരമായോ? പണ്ട് നേമത്ത് BJP MLA ആയിട്ടുണ്ട്, എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റ് കിട്ടി എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ പാലക്കാട് കോർപ്പറേഷൻ ഉരുണ്ട് പറഞ്ഞ് ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടോ കേരളത്തിലെ മതേതര പ്ലാറ്റ്ഫോമിനകത്തേക്ക് BJPക്ക് എൻട്രി ആയി എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. പഴയ പ്രസിഡന്റ് പറഞ്ഞത് 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്നായിരുന്നു. 35 സീറ്റ് കിട്ടിയാൽ എവിടെ പോയി? അദ്ദേഹത്തെ കാണാൻ തന്നെ ഇല്ലല്ലോ. ഇപ്പോഴത്തെ പ്രസിഡന്റ് ബൈ ഇലക്ഷനൊന്നും മത്സരിക്കേണ്ട എന്ന് പറയുന്ന പ്രസിഡന്റാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പണക്കൊഴുപ്പൊക്കെ കഴിഞ്ഞ ഇലക്ഷനിലും BJP കുറെ ഇറക്കി നോക്കിയതാണ്, കുറെ ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ ശ്രമിച്ചതാണ്. ഇതൊന്നും കേരളത്തിലെ ജനതയ്ക്കകത്ത് വിലപ്പോകില്ല എന്ന് ഉറപ്പാണ്. ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ അത്ര കോൺഫിഡൻസോടുകൂടി പറയുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആശങ്കയില്ലേ? കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJP വളരുന്നത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അങ്ങ് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അതത്ര ഒരു വലിയൊരു പ്രത്യാഘാതം വരും തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാക്കാനും ഇടയുണ്ട് കേട്ടോ. അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ? ഞങ്ങൾ ഗൗരവത്തിലാണ് എടുക്കുന്നത്. BJPയുടെ വളർച്ചയെ ഞങ്ങൾ ഗൗരവത്തിലെടുക്കുന്നു. പക്ഷെ അതിന്റെ ഒരു ഒപ്റ്റിമത്തിലേക്ക്, വർഗീയതയുടെ ഒരു ഒപ്റ്റിമത്തിലേക്ക് കേരളത്തിൽ BJPയുടെ മാക്സിമത്തിലേക്ക് എത്തി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ അതിനനുസരിച്ച് CPM എടുക്കുന്നത് പോലെയുള്ള വർഗീയ ഒരു സ്ട്രാറ്റജി അല്ല ഞങ്ങൾക്കുള്ളത്. CPM എടുക്കുന്നത് എന്താ? അതിനേക്കാൾ വലിയ വർഗീയ രാഷ്ട്രീയം എങ്ങനെ നടപ്പിലാക്കാമെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. കേരളത്തിലെ സെക്യുലർ സ്പേസ് ആണ്. കേരളത്തിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നടക്കുന്ന ഒരു പൊളിറ്റിക്സിനാണ് ഇവിടെ സ്പേസ് ഉള്ളത്. ആ സ്പേസ് ആണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ ഒന്നുകൂടി തിരിച്ചു ചോദിക്കട്ടെ, ഇന്ന് നരേന്ദ്രമോദി വന്ന അതേ സ്റ്റേജിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് AP അബൂബക്കർ മുസ്ലിയാരുടെ സമസ്തയുടെ സമ്മേളനം നടന്നത്. അതിന്റെ ഒരു ഇമ്പാക്റ്റ് എങ്കിലും ഇന്ന് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരവിന് ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ രാഷ്ട്രീയ ചലനം, കേരളത്തിലെ വർഗീയതയ്ക്കെതിരെ വളരെ കൃത്യമായ സ്റ്റാൻഡ് ആ സമ്മേളനത്തിനകത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത് കേരളത്തിൽ ഇന്നും ചർച്ചയാണ്. കേരളത്തിലെ സാധാരണക്കാരനെ അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ സെക്യുലർ മനസ്സിനെ അത് ബാധിച്ചിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. ആ ചർച്ച പോലും കേരളത്തിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞ MMC പ്രയോഗത്തിനില്ല. അദ്ദേഹം ഇതിനേക്കാൾ വലിയ വാക്കുകളൊക്കെ കേരളത്തിൽ മുമ്പും ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നും ക്ലച്ച് പിടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, BJP വരുന്നത് നമ്മളെ പരസ്പരം വിഘടിപ്പിക്കാനും വിഭജിപ്പിക്കാനുമാണ് എന്ന കാര്യവും ഉറപ്പാണ്. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത്, പണ്ട് അഹമ്മദാബാദിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിച്ചതിന് ശേഷമാണ് ഗുജറാത്തിൽ വന്നത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഗുജറാത്തിൽ അദ്ദേഹം വന്നത്, വളർന്നത്, വലുതായത്, ഈ അവസ്ഥയിലേക്ക് എത്തിയതിന്റെ പിറകിൽ ഒരു ചോരപ്പുഴയുടെ കഥയുണ്ട്. ഒരു ചോരപ്പുഴയുണ്ട്. ഒരു വംശത്തെ, ഒരു വർഗത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിയ, തീക്കൊടുത്ത് കൊന്ന, ബലാത്സംഗം ചെയ്ത, കൊച്ചു കുട്ടികളെ പോലും കൊന്ന ഒരു വലിയ രക്ത ഒഴുക്കിന്റെ ഒരു ചോരയുടെ കഥയുണ്ട്. ദയവ് ചെയ്ത് നരേന്ദ്രമോദി ആ ചോരപ്പുഴ കേരളത്തിലെ മതേതര മനസ്സിലേക്ക് കൊണ്ടുവരരുത് എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. നേരത്തെ ഗോപാലകൃഷ്ണൻ തിയറിയെ പോലെ നിങ്ങൾ കാശ്മീർ മോഡലൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് നോക്കാം. ഇനി SIR-ലൂടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതൊക്കെ അല്ലാത്ത ഈ വർഗീയ രാഷ്ട്രീയം കൊണ്ട് കേരളത്തിൽ ഒന്നും ചെയ്യാൻ നരേന്ദ്രമോദിക്ക് സാധിക്കില്ല. അതിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മതേതരത്വത്തിന്റെ പടച്ചട്ട കൊണ്ട് പ്രതിരോധിക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. ശരി, CPM-ൽ നിന്ന് പ്രകാശൻ മാസ്റ്ററാണ് ചെയ്തത്. പ്രകാശൻ മാസ്റ്റർ, നോക്കൂ, നമ്മൾ കാലങ്ങളായി ചോദിക്കുന്നതാണ്, എയിംസ് ഇതുവരെ കിട്ടിയിട്ടില്ല, സിൽവർ ലൈന് അനുമതിയില്ല, ഇന്നിപ്പോൾ അതിവേഗ റെയിൽപാതയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതി അതും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ നികുതി വിഹിതം, അർഹമായ നികുതി വിഹിതം നൽകാതെ നമ്മൾ ഞെരുക്കുന്നു, കേന്ദ്ര പദ്ധതി വിഹിതം നൽകാതെ നമ്മളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു, നമ്മുടെ ഫെഡറൽ അവകാശങ്ങൾ പോലും അനുവദിക്കാതെ ആ രീതിയിൽ സാമ്പത്തികമായി നമ്മളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് പറയുന്നത്, ഇവിടെ ഇടത് സർക്കാർ ജനങ്ങളെ പറ്റിക്കുകയാണ്, ഇവിടെ വികസനം എത്തിക്കാതിരിക്കുന്നതിന് കാരണം നിങ്ങളാണ്, ഇടത് സർക്കാരാണ് എന്ന് പറയുന്നു. കേന്ദ്ര പദ്ധതികൾ പോലും ഇവിടെ നടപ്പാക്കാതെ ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടാതിരിക്കാൻ കാരണം സർക്കാരാണ് എന്ന വിമർശനം ഉന്നയിക്കുന്നു. ഇങ്ങനെയാണ് CPM അതിനെ നോക്കിക്കാണുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസ്ഥാനത്ത് വരുമ്പോൾ ആ നാട്ടിലുള്ള ജനത പ്രതീക്ഷിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി MLA-മാരെ ആകെ ചേർത്ത് ഇദ്ദേഹം പ്രസംഗിച്ചതിന് വെളിപ്പാടകലെ കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാടിനെതിരെ, കടം തരുന്നതിന് വേണ്ടി പോലും കേന്ദ്രം അതിന്റെ പരിധി പോലും വെട്ടിക്കുറക്കുന്ന നിലപാടിനെതിരെ അതിശക്തമായ ഒരു സമരം നടത്തിയത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെതിരെ കേസ് പോകേണ്ടി വന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ മൂക്കിന് താഴെ പോയി സമരം നടത്തേണ്ടി വന്ന ഒരു പശ്ചാത്തലം ഈ കേരളത്തിനുണ്ട്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഇവിടെ പറഞ്ഞ പോലെ ഫെഡറൽ അവകാശങ്ങളെല്ലാം നിഷേധിക്കുന്ന, എന്തിന് ഇവിടെ മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ പ്രധാനമന്ത്രി നേരത്തെ അദ്ദേഹം വന്ന അപ്പോഴാണല്ലോ കേരളത്തിലെ കുട്ടികളുടെ ഒക്കെ തന്നെ മുഖത്ത് തട്ടി പണത്തിന് ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പോയിട്ട് 5 പൈസ തരാത്ത പ്രധാനമന്ത്രി
വിഴിഞ്ഞം പദ്ധതിക്ക് രാജ്യത്തെല്ലാമുള്ള തുറമുഖം, ഇപ്പൊ വിഴിഞ്ഞത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, രാജ്യത്തെല്ലാമുള്ള തുറമുഖത്തിന് അവിടെ പണം കൊടുത്തപ്പോൾ ഇവിടെ പണം തരാതെ കടമായി തന്ന ഇന്ത്യയിലെ പ്രധാനമന്ത്രി, എൻ എച്ചിന്റെ പിന്നെ സ്ഥലം എടുക്കുമ്പോൾ മറ്റൊരു സ്റ്റേറ്റോടും ചോദിക്കാത്ത 25% പണം കേരളം തരണം എന്ന് നിർബന്ധിച്ച പ്രധാനമന്ത്രി, ഈ കേരളത്തിലെ പിന്നെ കേരളയിൽ ഒരു അംഗീകാരം തരാത്ത, കേരളത്തിൽ എത്രയോ കാലമായിട്ട് ആവശ്യപ്പെടുന്ന റെയിൽവേ സോൺ തരാത്ത, കേരളത്തിൽ പ്രത്യേക കോച്ച് ഫാക്ടറി തരുമെന്ന് പറഞ്ഞിട്ട് തരാത്ത, ഈ കേരളത്തോട് ശത്രുതാപരമായ അവഗണന കാണിക്കുന്ന ഈ വിഷയങ്ങളിൽ എന്താണ് പ്രധാനമന്ത്രി പറയാനുള്ള മറുപടി എന്ന് കേൾക്കാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ED ആവട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന CBI ആവട്ടെ, ഗവർണർ ആവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രത്തിലുള്ള ധനകാര്യ കമ്മീഷൻ ആവട്ടെ, അവരെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശത്രുതാപരമായി കേരളത്തോട് പെരുമാറുന്ന സമീപനത്തിന്റെ ന്യായം എന്താണ്? ഇതാണല്ലോ ജനങ്ങൾ പ്രതീക്ഷിക്കുക. അതൊരു ഭാഗം. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വരവിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താ? വികസിത കേരളം. വികസിത കേരളം നടക്കണമെങ്കിൽ വികസന മുദ്രാവാക്യം വേണ്ടേ? അതിനൊരു പദ്ധതി വേണ്ടേ? എന്തിന് തിരുവനന്തപുരത്തെ അദ്ദേഹം ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയായി മാറ്റും എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതിനു വേണ്ടിയിട്ട് ഒരു പൈസയുടെ പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചോ? ഈ കേരളത്തിന് എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി തരാൻ അദ്ദേഹം കൂട്ടാക്കിയോ? രാജ്യത്താകെ നടപ്പിലാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ്, അതിന്റെ ഉദ്ഘാടനമാണ് നടത്തിയ ഒരു കാര്യം. അതുപോലെ തന്നെ ആശുപത്രി, ശ്രീധര ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ്റെതാണ് നടത്തിയിരിക്കുന്ന മറ്റൊരു കാര്യം. ഒരു പുതിയ പദ്ധതിയും പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിനില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് വികസിത കേരളമാണ് BJPയുടെ ലക്ഷ്യം. വരുന്ന ഗവൺമെന്റ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തെ ആകെ മാറ്റും. ഇവിടെ ഒരു ഗവൺമെന്റും കേരളത്തെ വികസിപ്പിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, വികസനത്തിന്റെ മേഖലയിൽ ഇത്രമാത്രം മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു കാലം മറ്റെപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? അതിനെല്ലാം നിരാകരിക്കുന്ന ഒരു നിലപാട് ഇങ്ങനെ പ്രധാനമന്ത്രിക്ക് സ്വീകരിക്കാൻ വേണ്ടി കഴിയുക. അതോടൊപ്പം തന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിഹസിക്കാനാണ്, ഈ കേരളത്തിന്റെ നേട്ടങ്ങളെ ആകെ നിഹരിക്കാനാണ്. കേരളത്തിൽ യാതൊരു നിലക്ക് മുന്നേറ്റം ഉണ്ടായിട്ടില്ലെന്ന് പറയുന്ന അദ്ദേഹം ചെയർമാനായിട്ടുള്ള നിതി ആയോഗാണല്ലോ ഈ കഴിഞ്ഞ 3 കൊല്ലക്കാലം 21 കാര്യങ്ങളിൽ ഇന്ത്യയിൽ ഒന്നാമത്തെ സ്റ്റേറ്റ് കേരളമാണെന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ PSC നിയമനം കേരളത്തിൽ, ഏറ്റവും വലിയ റവന്യൂ വരുമാന വളർച്ച കേരളത്തിൽ, സുസ്ഥിര വികസനത്തിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനം കേരളം, അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ സ്ഥായിയായ വികസനത്തിൽ 1-ാം സ്ഥാനം കേരളം, കുട്ടികളുടെ മരണനിരക്കിൽ 1-ാം സ്ഥാനത്ത് കേരളം, ഏറ്റവും കുറഞ്ഞതിന് ഇതില് സ്ത്രീകളുടെ മരണനിരക്കിൽ ഏറ്റവും കുറഞ്ഞ കേരളം, ആയുർദൈർഘ്യത്തിൽ ഏറ്റവും കുറഞ്ഞത് കേരളം, അതുപോലെ ക്രമസമാധാന പാലനത്തിൽ ഏറ്റവും മികച്ചത് കേരളം. ഇതെല്ലാം പറഞ്ഞെങ്കിൽ നിതി ആയോഗാണ്, അദ്ദേഹമാണ് ചെയർമാൻ. അപ്പോ ഇങ്ങനെ ഒന്നാമതായി നിൽക്കുന്ന കേരളത്തെ, ഈ കേരളമാകെ ശരിപ്പെട്ടു പോയിരിക്കുന്നത് ഇവിടെ നടന്ന ഭരണം കൊണ്ടാണെന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രധാനമന്ത്രിക്കാവുക? പ്രധാനമന്ത്രി കേവലം ഒരു രാഷ്ട്രീയ പ്രചാരകനല്ല, അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഈ കേരളത്തിലെ ജനങ്ങളുടെ എല്ലാം പ്രധാനമന്ത്രി അദ്ദേഹം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു പറയാവുന്ന കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ വികസനത്തെ നേരത്തെ അദ്ദേഹം പ്രകീർത്തിച്ചിട്ടുണ്ട്, ഇപ്പോൾ അദ്ദേഹം നിരാകരിക്കുകയാണ്. കേരളത്തിലാകെ പിറകോട്ട് പോയിരിക്കുന്നു, കേരളത്തിൽ പിന്നോക്കാവസ്ഥയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിന് മേലെയാണ്. ഏതു കാര്യത്തിലാണ് അദ്ദേഹം ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഗുജറാത്ത് പിടിച്ചതിനെ സംബന്ധിച്ച് ഏതു കാര്യത്തിലാണ് ഗുജറാത്തിനേക്കാൾ പിറകിൽ കേരളമുള്ളത്? ഇപ്പോ ഏറ്റവും ചുരുങ്ങിയത് ഈ രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ഏക സ്റ്റേറ്റായിട്ട് കേരളം മാറിയപ്പോ പ്രധാനമന്ത്രി വന്നാൽ ഒരു വാക്ക് പറയണ്ടേ? ഇന്ത്യക്കാകെ ഖ്യാതി ഉണ്ടാക്കുന്ന രൂപത്തിൽ ഈ നവംബർ 1 കേരളം അതിദാരിദ്ര്യമില്ലാത്ത സ്റ്റേറ്റായി. ഗുജറാത്തിൽ 17% ദാരിദ്ര്യം, അത് കാണണ്ടേ? ഇവിടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേരളത്തിന്റെ എത്രമാത്രം പറയില്ല ഗുജറാത്ത്, എത്രമാത്രം പറയില്ല ഇപ്പോഴും അതിന്റെ 2-ാം ഘട്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പദ്ധതിയുടെ. അല്ല, അത് ഡിബേറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. അല്ല, അതിദാരിദ്ര്യത്തിന്റെ പാരാമീറ്റർ ഉണ്ടാക്കിയത് കേരള ഗവൺമെന്റ് അല്ല. അതിദാരിദ്ര്യത്തിന്റെ പാരാമീറ്ററുകൾ അത് ദേശീയമായിട്ട് ഉണ്ടാക്കുന്നത് UN ആണ്. ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നിതി ആയോഗാണ്. അത് വെച്ചാണ്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കണക്കാക്കിയ തരത്തിലല്ല. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല രാജ്യത്തിലെ വിശപ്പോട്ടി നിശ്ചയിക്കുക. ഒരാൾക്ക് വിശപ്പുണ്ട്, രാജ്യത്തിലെ വിശപ്പോട്ടി എങ്ങനെയാണ് നിശ്ചയിക്കുക? ഇന്ത്യ രാജ്യം വിശപ്പോട്ടികൾ 105-ാം സ്ഥാനത്താണ്. എന്താ മാനദണ്ഡം? UN-താണ് മാനദണ്ഡം. ഇവിടെ കോൺഗ്രസിനും അതുപോലെ BJPക്കും അതിദാരിദ്ര്യം നേട്ടത്തെ നിരാകരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാ, ദാരിദ്ര്യമുള്ള ഒരു വീട്ടിന്റെ ഫോട്ടോ എടുക്കും, എന്നിട്ട് പറയുന്നത് ഈ ദാരിദ്ര്യമുള്ള ആൾ ജീവിക്കുമ്പോഴല്ലേ അതിദാരിദ്ര്യം ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിദാരിദ്ര്യം ഇല്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പോൾ വസ്തുതയല്ലേ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സിൽ ഒന്നും വരാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോ നിങ്ങൾക്ക് അതിദാരിദ്ര്യമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല കേരളം അതിദാരിദ്ര്യ മുക്തമാണോ തീരുമാനിക്കുക. അതിന് കുറെ പാരാമീറ്ററുകളുണ്ട്. ആ പാരാമീറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം നോക്കിയിട്ടാണോ ഇവിടെ കേരളത്തിൽ സാക്ഷരമാണെന്ന് പറയാ? അല്ലല്ലോ. കേരളത്തിൽ 96% ആളുകൾ സാക്ഷരരാകുമ്പോൾ
അത് തീർച്ചയായിട്ടും കേരളം സമ്പൂർണ്ണ സാക്ഷരതയാണ്. 4% പേർക്ക് നിരക്ഷരതയുണ്ടാവും. അതുകൊണ്ട് സമ്പൂർണ്ണ സാക്ഷരതയില്ല എന്ന് പറയാൻ കഴിയുമോ? ഇതിന് ചില പാരാമീറ്ററുകളുണ്ട്. ആ പാരാമീറ്റർ ഇല്ലാതെ സ്ഥാപിക്കാൻ UDF ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിർഭാഗ്യവശാൽ ഇത്തരം കാര്യങ്ങളെ സത്യസന്ധമായിട്ട് ആളുകളെ അറിയിക്കാൻ ബന്ധപ്പെട്ട മാധ്യമം നിങ്ങൾ അവർക്ക് വേണ്ടി പാടുപെടുകയാണ്. അതാണ് പ്രശ്നം. നിങ്ങൾ ആ കാര്യങ്ങൾ തെറ്റിദ്ധാരണ വരുത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. എന്താണ് അത് തരത്തിലുള്ള പാരാമീറ്റർ? ഏതെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കിയതാണോ? അല്ല, എന്ത് പാരാമീറ്ററിലാണ് അങ്ങനെ പറയുന്നത്? അതല്ലേ പരിശോധിക്കണ്ടേ? അല്ല, UDF കാരൻ പറയുന്നു കുഞ്ഞാമീനയുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ട്, അതുകൊണ്ട് കേരളത്തിൽ അതിദാരിദ്ര്യം തീർന്നിട്ടില്ല. അതുപോലെ തന്നെ മുഹമ്മദിന്റെ വീട്ടിൽ ദാരിദ്ര്യമുണ്ട്, അതുകൊണ്ട് അങ്ങനെയാണോ? ഇതിനെല്ലാം ചില കണക്കുകളില്ലേ? അതിന് പാരാമീറ്ററുകളില്ലേ? അത് വെച്ചിട്ടല്ലേ പറയണ്ടേ? അല്ല, UDF പറയുന്നത് കേട്ടുപാടാനാണോ മാധ്യമങ്ങൾ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ആ രംഗത്തുണ്ടാക്കിയ നേട്ടങ്ങളെ പ്രകീർത്തിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയേണ്ടതാണ്. അദ്ദേഹം അത് ചെയ്തില്ല. ഇവിടെ ഉണ്ടായ നേട്ടങ്ങളെല്ലാം നിരാകരിക്കാൻ ശ്രമിക്കുന്ന പ്രധാനമന്ത്രി, അത് അന്യായല്ലേ? നമുക്ക് തരാനുള്ള പണം തരുന്നില്ല, അതിന് വിശദീകരണം പറയണ്ടേ? ഈ കേരളത്തോട് ചിത്തമനയം കാണിക്കുന്ന വിശദീകരണം പറയണ്ടേ? ഒന്നുമില്ല. വികസിത കേരളം എന്ന മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെക്കുന്നു. അതിനുവേണ്ടി പദ്ധതി വേണ്ടേ? ഒരു ഉറുപ്പ് പ്രഖ്യാപിക്കണ്ടേ? ന്യായമായ പണം പോയപ്പോ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടെ ഈ ദുരന്തം, മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിന്റെ 1ാം ഘട്ട വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നു. ഒരു പൈസ തരാൻ കേന്ദ്രം കൂടെ കിട്ടില്ല. പറയണ്ടേ? ഒരു വാക്ക് പറഞ്ഞു അദ്ദേഹം. അപ്പോ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. പ്രധാനമന്ത്രി തന്നെയാണ്. ഏത് പാർട്ടി ഏതായാലും അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയിൽ നിന്ന് കേരളം കേൾക്കണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹം പറയാൻ ബാധ്യസ്ഥമായ ആ കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഒരു സാധാരണ രാഷ്ട്രീയ പ്രസംഗം ഏതൊരു BJP നേതാവും വന്നാൽ നടത്തുന്ന രാഷ്ട്രീയ പ്രസംഗം മാത്രമായി പോയി. സതീശൻ, ഇന്ന് വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കും. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പലയിടങ്ങളിലും വിസിറ്റ് ചെയ്യുമ്പോൾ കോടികളുടെ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സമാനമായ രീതിയിൽ ഇവിടെയും വന്ന വമ്പൻ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമെന്ന് കരുതി. അത് NDA ക്യാമ്പ് ഉൾപ്പെടെ അങ്ങനെ കരുതിയിരുന്നു എന്ന് വേണം പറയാൻ. ഒപ്പം തിരുവനന്തപുരം നഗരത്തെ മികച്ച നഗരമാക്കുന്ന വികസന രേഖ അവതരിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞു. അതൊന്നും ഉണ്ടായില്ല. സത്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം അത് NDA ക്യാമ്പിന് പോലും നിരാശാജനകമായിരുന്നു. സതീശൻ, താങ്കളോടാണ്. കേൾക്കാമോ? ഇപ്പോ കേൾക്കാം. ശരി. നോക്കൂ, പ്രധാനമന്ത്രി വരുമ്പോൾ കോടികളുടെ പ്രഖ്യാപനങ്ങൾ, വമ്പൻ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് NDA ക്യാമ്പ് ഉൾപ്പെടെ കരുതിയതാണ്. പക്ഷേ യാതൊന്നും ഇന്ന് പ്രധാനമന്ത്രി വന്നപ്പോൾ കണ്ടില്ല. ഒരുപാട് രാഷ്ട്രീയ ആരോപണങ്ങൾ UDF-നെയും LDF-നെയും മാറി മാറി വിമർശിച്ചു പോകുന്നതൊക്കെയാണ് കണ്ടത്. NDA ക്യാമ്പിനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം നിരാശയാണോ നൽകിയത്? അതിന് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ശ്രീ സതീശൻ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാൻ എന്റെ ചോദ്യം കേൾക്കാം. ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. അവസാനം പറഞ്ഞത് കേട്ടില്ല. ശരി, പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ന് വന്നപ്പോൾ ഇന്നത്തെ സന്ദർശനം മടങ്ങിയിരിക്കുന്നു. അത് വലിയ നിരാശയാണോ NDA ക്യാമ്പിന് നൽകുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിരാശയുമില്ല. അതിൻ്റെ കാരണം ഏതാണ്ട് കഴിഞ്ഞ 45 വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിനെല്ലാം ഒത്താശ ചെയ്തുകൊണ്ടിരുന്ന കോൺഗ്രസ്, അവരിൽ നിന്നും ജനം BJP എന്ന പാർട്ടിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് തിരുവനന്തപുരം നഗരസഭ അധികാരമേൽപ്പിച്ചിരിക്കുകയാണ്. ഏതാണ്ട് കേവലം 27 ദിവസമേ ആയുള്ളൂ. ഈ 27 ദിവസം കൊണ്ട് പ്രധാനമന്ത്രി ഇന്നിവിടെ എത്തിയപ്പോൾ സത്യത്തിൽ നിരാശയായിരിക്കുന്നത് കോൺഗ്രസിനും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമാണ്. കാരണം ഇവരെ ഇരുകൂട്ടരും വരണ്ടിരിക്കുകയാണ്. എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരം നഗരസഭയുടെ കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത്? മനസ്സിലായോ? അതാണ് ഇവിടെ പറഞ്ഞ് 27 ദിവസവും ആയുള്ളൂ തിരുവനന്തപുരം നഗരസഭ BJP ഭരിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഒരു രൂപരേഖയുടെ ആദ്യപടി ഇന്ന് തിരുവനന്തപുരം മേയർ ഇന്ന് പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. 27 ദിവസം കൊണ്ട്
ഒരു രൂപരേഖ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തിരുവനന്തപുരം നഗരസഭ മേയർ ഇന്ന് ആ പരിപാടി ആ ചടങ്ങിൽ വെച്ച് സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പദ്ധതികളെല്ലാം പുറമേ തന്നെ വരും. ആർക്കും ഒരു നിരാശയും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നിരാശയില്ല. ഇവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്കും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യമുന്നണിക്കുമാണ് നിരാശ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി തുടരും. കാരണം അത്തരത്തിൽ കേരളത്തോട് ആ സമീപനമാണ് കാലങ്ങളായി കേന്ദ്രം തുടർന്നു വരുന്നത്. അതുകൊണ്ട് വൻകിട പദ്ധതികളൊന്നും സത്യത്തിൽ ഇവിടെയുള്ള ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. വൻകിട പദ്ധതികളല്ലേ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? ഇപ്പോൾ എന്തെല്ലാം പദ്ധതികളാണ് 2014 ശേഷം ഇവിടുത്തെ ഹൈവേകൾ അങ്ങനെ മേൽപ്പാലങ്ങൾ, റെയിൽവേയുടെ വികസനം എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത്? റെയിൽവേ വികസനം, നാൽക്കാലികൾക്ക് വിശ്രമ കേന്ദ്രമായിരുന്ന കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ ഇന്നത്തെ രൂപം എന്താണ്? ഈ പ്രകാശൻ മാസ്റ്ററും ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയൊക്കെ ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ കൂടെ യാത്ര ചെയ്യുന്നില്ലേ? അപ്പോൾ ഇവിടെ ഏത് വികസനം നടന്നിരുന്നാലും കേന്ദ്ര സർക്കാരിന്റെ കയ്യൊപ്പില്ലാത്ത ഒരു വികസനവുമില്ല. ശരി, എന്തേ വയനാടിനെ സഹായിക്കാത്തത്? ശ്രീ സതീശൻ, എന്തേ വയനാടിനെ സഹായിക്കാത്തത്? എന്തേ വിഴിഞ്ഞത്തിന് കടമായിട്ട് മാത്രം വയബിലിറ്റി ഫണ്ട് നൽകിയത്? ഇതൊക്കെ ഇവര് പറയുന്നതല്ലേ. ഈ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന സമയത്ത് പ്രധാനമന്ത്രിയെ പ്രതികരിച്ചിട്ട് എന്തെല്ലാമാണ് പറഞ്ഞിരുന്നത്? അതെല്ലാം മറന്നുപോയോ പ്രകാശൻ മാസ്റ്ററൊക്കെ? ശരി, വയനാടിനോ? ഈ വിഴിഞ്ഞം തുറമുഖം വന്നത് വയനാടിനോ 2000 കോടിയിലധികം സഹായം അനുവദിക്കണമെന്ന് പലതവണ കേന്ദ്രത്തെ സമീപിച്ചതാണ്. ആകെ 250 247 കോടിയോ മറ്റുമേ കിട്ടിയിട്ടുള്ളൂ. സമീപിച്ച് അതായത് ഇതുവരെ അതുപോലെ കിട്ടിയില്ലെന്നാണ് ഇവിടെ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞത്. അതായത് അതിൻ്റെ കണക്കുകള്, രൂപരേഖകള് ഇതൊക്കെ ശരിയാവണ്ണം സമർപ്പിക്കണം. ഇവിടെ വികസനത്തിന് വേണ്ടി ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണക്കോ ഒരു രേഖകളോ ഇല്ലാത്ത രീതിയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്ത് കൊടുത്താലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ വിഷയം. അതെ, അതാണ് വിഷയം. ഒന്നും കിട്ടുന്നില്ല. നികുതി വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു, കടമെടുപ്പ് പരിധി കുറച്ചിരിക്കുന്നു, കേന്ദ്ര പദ്ധതികളുടെ വിഹിതം നൽകുന്നില്ല. ഇതൊക്കെയാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം. അതിൻ്റെ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ശരിയായ രീതിയിൽ കണക്കും മറ്റു കാര്യങ്ങളും സമർപ്പിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര പദ്ധതികൾ, കേന്ദ്രത്തിൻ്റെ ഫണ്ടുകൾ എല്ലാം കിട്ടും. ഒരു സംശയവുമില്ല. പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ ഒരു സെക്കൻഡ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു, ശ്രീമാൻ നരേന്ദ്രമോദി അവിടെ ചോരപ്പുഴ ഒഴുക്കിയിട്ടാണ് അധികാരത്തിൽ ഗുജറാത്തിൽ വന്നെന്ന് പറയുന്നു. ഈ കോൺഗ്രസ് അവിടെ ഇല്ലേ? എത്രയോ കാലമായി അവിടെ BJP ഭരിക്കുന്നു. അവിടെ വികസനമില്ലാഞ്ഞിട്ടാണോ? ചോരപ്പുഴയുടെ ഭാഗമാണോ അവിടെ BJP ഭരിക്കുന്നത്? കോൺഗ്രസ് അവിടെ എന്ത് ചെയ്യുകയാണ്? ശരി പ്രകാശൻ മാസ്റ്റർ, നമ്മൾ വേണ്ട രീതിയിൽ ചോദിക്കാത്തത് കൊണ്ടാണ്, കണക്കും കാര്യങ്ങളും ഒക്കെ നൽകാത്തത് കൊണ്ടാണ് ഈ പണം കിട്ടാത്തതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ശ്രീ സതീശന്റെ വാദം. സതീശനോട് ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കട്ടെ, ഇവിടെ വിഴിഞ്ഞത്തിന് ഒരു ഉറുപ്പിക ഈ ദിവസം വരെ കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടുണ്ടോ? 6000 കോടി LDFന്റെ ഗവൺമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ഒരു ഉറുപ്പിക വിഴിഞ്ഞത്ത് തന്നതിന് സതീശൻ പറയട്ടെ. ഇനി മുണ്ടക്കൈക്ക് മാത്രമായിട്ട് ഒരു 100 ഉറുപ്പിക നേരത്തെയുള്ള ഈ പറയുന്ന കലാമിറ്റി ഫണ്ട് ഉണ്ട്, വിഴിഞ്ഞത്തിന് മാത്രമായിട്ട് 100 ഉറുപ്പിക തന്നു കേന്ദ്രം. പറയട്ടെ, ഇല്ലെന്ന്. ഒരു രൂപ പോലും പ്രത്യേകമായിട്ട് തന്നിട്ടില്ല. NH വികസനം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എവിടെയെങ്കിലും NH വികസനത്തിന്റെ സ്ഥലമെടുക്കാൻ വേണ്ടിയിട്ട് NHAIക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് പണം കൊടുത്തൊരു ചരിത്രമുണ്ടോ ഇന്ത്യയിൽ? എന്നാൽ കേരള ഗവൺമെന്റ് 6500 കോടി ഉറുപ്പിക കിഫ്ബിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ആ തരാതെ വികസനം നടത്തില്ല എന്ന് പറഞ്ഞതിന്റെ മേലെയാണ്. പിന്നെ കൊലപാതകത്തെ കുറിച്ചൊന്നും സതീശ അധികം പറയാൻ നോക്കണ്ട. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ടത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര കാലത്തെ വർഗീയ കലാപങ്ങളിലാണെന്നുള്ള എല്ലാവർക്കും അറിയാം. മുന്നിൽ നിന്ന് വേറെ ആരുമല്ല, RSS ആണ്. പിന്നെ ഗുജറാത്ത് കലാപം സംബന്ധിച്ച് അംഗീകൃത റിപ്പോർട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ടിനകത്ത് 2500 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് കണക്കുണ്ടല്ലോ. അതല്ലേ ഈ പറഞ്ഞ രേഖയല്ലേ? അതിപ്പോ ഒരു തെളിവായിട്ട് പറയേണ്ട കാര്യം. ഇവിടെ കേരളത്തിന് എന്ത് ചെയ്തുവെന്നാണ്?
റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ, റെയിൽവേ കോച്ച് ഫാക്ടറി എത്ര കാലമായി പറയുന്നു? തന്നിട്ടുണ്ടോ? ഇവിടെ ഈ കേരളത്തില് പ്രത്യേക റെയിൽവേ സോൺ വേണം, എത്ര കാലമായി പറയുന്നു? തന്നിട്ടുണ്ടോ? സിൽവർ ലൈൻ കേരളം കൊടുത്ത പദ്ധതിയില്ലേ? അംഗീകാരമുണ്ടോ? ഏത് പദ്ധതി അംഗീകരിക്കുന്നത്? ഇവിടെ കേരളത്തിന്റെ ഉൾപ്പെടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്നത്, അല്ലാതെ BJP ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല. എന്നാൽ കേരളത്തിന് അർഹമായ വിഹിതം നൽകുന്നില്ല. ഇപ്പോ കടമെടുപ്പ് ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോട് ഓഫ് ബജറ്ററി ലോൺ ആക്കുമെന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിന്റെ പേര് പറയട്ടെ സതീശൻ. ഇന്ത്യയിൽ കുറെ സ്റ്റേറ്റ് ഉണ്ടല്ലോ, കണക്ക് കൊടുത്തില്ല. ഇന്ത്യയിൽ ഈ കേരളത്തിലെ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായതിനു ശേഷം സമാനമായൊരു ദുരന്തം ഇന്ത്യയിൽ എവിടെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ത്യയിലെ 9 സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട്, ഒരു കണക്കും തരാതെ. ഈ കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ കണക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ കണക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണക്ക് കണക്ക് നിനക്ക് പറയാൻ കഴിയുമോ? നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ കണക്കും കൊടുത്തിട്ടുണ്ട്, ഒരു കണക്കും പിന്നെ കൊടുക്കാൻ ബാക്കിയില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന സ്ഥിരം ഇത് കണക്ക് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ജീവനക്കാരിലെ IAS ഉദ്യോഗസ്ഥന്മാര്, IAS കേന്ദ്രത്തിന് കീഴിലാണ്, അവരല്ലേ കണക്ക് കൊടുക്കുന്നേ? അവർക്ക് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോ ഒരു തൊടുന്യായം പറയാണ്, ഈ രാജ്യത്തിനകത്ത് ഫെഡറൽ തത്വങ്ങളെ നിങ്ങൾ ലംഘിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്റ്റേറ്റുകളോട് ശത്രുതപരമായി പെരുമാറുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, CBI, അതുപോലെ ഗവർണർമാര്, അതുപോലെ ED, അതിനെല്ലാം ശത്രുതാപരമായിട്ട് ഉപയോഗിക്കുകയാണ്. MLA മാരെ ചാക്കിടാൻ, MP മാരെ ചാക്കിടാൻ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ രാജ്യത്തിനകത്ത് ന്യൂനപക്ഷ വേട്ട നടത്തുകയാണ്. ഇപ്പോ സുപ്രീം കോടതിയല്ലേ പറഞ്ഞത് ബുൾഡോസർ ഉപയോഗിച്ചിട്ട് ആളുകളുടെ വീടുകൾ അടിച്ചു പൊളിക്കരുത്? ആരെ പറ്റിയാ? നിങ്ങളെ പറ്റിയല്ലേ? അപ്പോ ഈ രാജ്യത്തിന് എത്രമാത്രം വിപത്കരമാണ് നരേന്ദ്രമോദിയും BJP എന്നുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനെപ്പറ്റി മേനി അടിക്കണ്ട. ഇന്നത്തെ ചർച്ച നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ കേരളത്തിൽ കിട്ടിയെന്നാണ്. പ്രധാനമന്ത്രി ഇന്ന് തിരുവനന്തപുരത്തെത്തിയത്, അദ്ദേഹം മടങ്ങി. പക്ഷേ ആ വരവിനിടയിൽ അദ്ദേഹം നടത്തിയ ചില പ്രതികരണങ്ങൾ, അത് UDF-നെയും അതുപോലെ തന്നെ LDF-നെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ചില പ്രതികരണങ്ങൾ നടത്തി, ചില വർഗീയ പ്രസ്താവനകൾ നടത്തി. അത് കോൺഗ്രസിനെ ലക്ഷ്യമിട്ട് MMC, മാവോ, മുസ്ലിം ലീഗ്, കോൺഗ്രസ് ആണ് എന്ന തരത്തിൽ കോൺഗ്രസിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായി. പക്ഷേ നേരത്തെ ഇപ്പോൾ പലരും പറഞ്ഞതുപോലെ തന്നെ കാര്യമായ പദ്ധതികൾ, പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ താങ്കൾ വിലയിരുത്തുന്നത്? അല്ല, ഇതിൽ കൗതുകകരമായ ഒരു കാര്യം, BJP ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ജനകീയ അടിസ്ഥാനത്തിലുള്ള വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു പ്രതീക്ഷ BJP-യിൽ നിന്ന് നമുക്കുണ്ടാവുക എന്നുള്ളത് തന്നെ ഒരു കൗതുകകരമായ കാര്യമാണ്. അതൊരു അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ശരിയല്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. BJP ഇന്ത്യയിലെ ഏതെങ്കിലും, ഇപ്പോൾ ഗുജറാത്ത് ആവട്ടെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാവട്ടെ, കാലങ്ങളായി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വികസനം എന്ന് പറയുന്നത് അദാനിയെയും അംബാനിയെയും പോലെയുള്ള വൻകിട കോർപ്പറേറ്റുകൾക്ക് സഹായകമായ രീതിയിൽ അവരുടെ ഫണ്ട് ഒഴുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ്. കേരളത്തിൽ പോലും വിഴിഞ്ഞം പോലെയുള്ള പോർട്ടുകൾ അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് BJP-യുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നതോടുകൂടി കേരളത്തിലാകെ വികസനത്തിൻ്റെ പെരുമഴ ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെ പിന്നെ ഒരു അതിരുകടന്ന പ്രതീക്ഷയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ ഒരു തരത്തിലല്ല പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുക, അത് BJP തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കാണേണ്ട ഒരു കാര്യം, BJP-യും CPM ഒരുപോലെ പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് രാഷ്ട്രീയമായി. എന്തുകൊണ്ട് വന്നാൽ അവർ രണ്ട് തെരഞ്ഞെടുപ്പ്, കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഈ രണ്ട് പാർട്ടികളും ഒരേ വോട്ട് ബാങ്കിനെയാണ് ആശ്രയിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ വോട്ട് ബാങ്കിനെ ആശ്രയിക്കുക. 87 അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് BJP എത്രത്തോളം ശക്തമല്ല, CPM-നോടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടും UDF-നോടോ ശീർഷമായി നിന്ന് പോരാടാൻ കഴിയുന്നൊരു ശക്തിയല്ല 87. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. 20% വോട്ട് ഷെയർ ഉള്ള, എന്നാൽ അത് പല കാരണങ്ങളാൽ ചെതറിപ്പോവുകയും വഴിമാറിപ്പോവുകയൊക്കെ ചെയ്യുന്ന പല പ്രവണതകളുടെ അടിസ്ഥാനത്തിൽ പിന്നെ വോട്ടുകൾ ചാഞ്ചാട്ടം നേരിടുന്ന ഒരു പാർട്ടിയാണ് BJP. നമുക്കറിയാം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായ നേട്ടം അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാക്കുന്ന മുന്നേറ്റം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാകുമ്പോൾ വഴിമാറിപ്പോകുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, എല്ലാ പാർട്ടികൾക്കുള്ളതുപോലെ BJPക്ക് ഒരു അനുഭാവി വോട്ടുകളുണ്ട്. അതിൻ്റെ കേഡർ വോട്ടർമാർക്ക് പുറമെ ഒരു അനുഭാവി വോട്ടർമാർ എല്ലാ പാർട്ടികൾക്കുള്ളതുപോലെ BJPക്കും ഉണ്ട്. ആ BJPയിലെ ആ കേഡർ അനുഭാവി വോട്ടർമാർ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടരായി BJPക്ക് വോട്ട് ചെയ്യുന്ന
ഈ വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്യാമ്പയിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതിനുശേഷവും ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലം പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ല തന്നെ എടുത്തു നോക്കൂ. തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷൻ്റെ ഭരണം BJP കിട്ടിയപ്പോൾ മറ്റു ഭാഗങ്ങളിൽ BJPയുടെ വോട്ട് CPMലേക്ക് ചോർന്നു പോയിട്ടുണ്ട്. അതൊരു വോട്ട് കൈമാറ്റം എന്ന അർത്ഥത്തിലല്ല നമ്മൾ കാണേണ്ടത്. ആ വോട്ടിനെ ആകർഷിക്കാൻ CPMന് കഴിഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് CPM ആവട്ടെ 2016 മുതൽ ഒരു ജനാധിപത്യ വിശ്വാസികളുടെയും മതനിരപേക്ഷവാദികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും പിന്തുണയോടുകൂടി അധികാരത്തിൽ വരികയും ആ രാഷ്ട്രീയത്തെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതിനെ കൈയൊഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു മൃദു ഹിന്ദുത്വ രാഷ്ട്രീയം പയറ്റുമ്പോൾ സ്വാഭാവികമായി ഇത് BJPയുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആശങ്ക ആദികൾ അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ള ഒരു പ്രശ്നം BJP നേരിടുന്നുണ്ട്. ഇതേ പ്രതിസന്ധി തന്നെ CPM നേരിടുന്നുണ്ട്. ഇവരെക്കാൾ കൂടുതൽ വർഗീയത പറയുക എന്നതാണോ അവരുടെ ഒരു നയം? അതെ, ആ നയം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഭിന്നമായി ഇപ്പോൾ സജി ചെറിയാൻ്റെ പ്രസ്താവന തന്നെ നമ്മൾ എടുത്തു നോക്കൂ. അതൊരു BJP നേതാവാണ് പറയുന്നതെങ്കിൽ അതൊരു സ്വാഭാവിക പ്രതികരണമായി കേരളം കേൾക്കും. കാരണം BJPക്കാരൻ ഏതൊരു BJP നേതാവോ ഇവിടെ കേരളത്തിൽ ഒരു വിധപ്പെട്ട BJP നേതാക്കളൊക്കെ അതിൻ്റെ ഒരു വർഗീയ സമീപനം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾ പൊതുവെ അതിനെ മനസ്സിലാക്കുന്നത് വേറെ അർത്ഥത്തിലാണ്. എന്നാൽ ഒരു മതനിരപേക്ഷവാദി എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാൾ അതേ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക? അതിൽ ആശങ്ക ഉണ്ടാവും, കൗതുകം ഉണ്ടാവും, അമ്പരപ്പുണ്ടാവും. ആ അമ്പരപ്പാണ് നമ്മൾ പ്രകടിപ്പിച്ചത്. അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് പ്രതിരോധത്തിലേക്ക് നോക്കൂ. മുൻപെങ്ങും കാണാത്ത രീതിയിൽ വർഗീയതയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതേ ഉള്ളൂ. അതിന്റെ ഒരു പീക്ക് ലെവലിലേക്ക് നീങ്ങുകയാണ്. അത് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിൽ തന്നെ വലിയൊരു ചേഞ്ച് വരുത്തിയിട്ടില്ലേ ശ്രീ ഹനീഫ? തീർച്ചയായും ആ ചേഞ്ച് വരുത്തുന്നത് ഒരേ സമയം BJPയുടെ വോട്ട് ചോർത്തുന്നുണ്ട്. നമുക്ക് പല മണ്ഡലങ്ങൾ കേരളത്തിലുടനീളം ആ പ്രവണത കാണാം. BJPയിൽ നിന്ന് വോട്ട് CPMലേക്കും CPMൽ നിന്ന് BJPയിലേക്കും വോട്ട് മാറിപ്പോകുന്നത് മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നോക്കൂ. മലപ്പുറം ജില്ലയിൽ ഒരു CPMന് വോട്ടുകൾ വർദ്ധിക്കുന്നുണ്ട്. ആ വോട്ടുകൾ BJPയിൽ നിന്നാണ് കുറയുന്നത്. പല മണ്ഡലങ്ങളും എടുത്തു നോക്കിയാൽ പൊന്നാനി ഒഴികെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും CPMൻ്റെ വോട്ട് വർദ്ധിച്ചു. നമ്മൾ പറയുന്നത് CPMനെതിരായ വോട്ടിംഗ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത്. പക്ഷേ ഈ മലപ്പുറം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും CPMന് വോട്ട് വർദ്ധിച്ചു. അത് BJPയിൽ നിന്ന് വോട്ട് കുറഞ്ഞു. അവിടെ സ്വാഭാവികമായി വിജയിച്ച കക്ഷി എന്നുള്ളതിൽ UDFന് ബഹുദൂരം മുന്നിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ CPMന് വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ പ്രവണത നമ്മൾ വടക്കേ കേരളത്തിലേക്ക് അല്ലെങ്കിൽ നാദാപുരം ഈ കുറ്റ്യാടി മേഖലയിലേക്ക് വടകര മേഖലയിലേക്ക് എടുത്തു നോക്കൂ. അവിടെ BJPക്ക് വോട്ട് കൂടുകയാണ് ചെയ്യുന്നത്, CPMന് വോട്ട് കുറയുകയാണ് ചെയ്യുന്നത്. ഇത് കേരളത്തിലുടനീളം ഇത് കാണാൻ കഴിയും. നിങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയ ഫലങ്ങളെ വസ്തുനിഷ്ഠമായി പരിശോധിച്ച കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാൽ BJPക്കും CPMനും ഇടയിൽ വോട്ടുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു. അതൊരു എന്താ പറയുക, വ്യവസ്ഥാപിതമായി അറിഞ്ഞുകൊണ്ട് 2 പാർട്ടികൾ തമ്മിൽ നടന്ന കൈമാറ്റം എന്ന നിലയിലല്ല നമ്മൾ കാണേണ്ടത്. ഈ ജനങ്ങളെ ഈ BJPയുടെയും CPMൻ്റെയും ഒരേ നിയോജക മണ്ഡലത്തെ, ഒരേ കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെങ്കിൽ ഒരേ വോട്ട് ബാങ്കിനെ 2 വിഭാഗം ഒന്നിച്ച് നേരിടുമ്പോൾ അവരെ ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങളാണ്. അപ്പോൾ പ്രവണത എന്താണ് സംഭവിക്കുക? വിജയ സാധ്യത ആർക്കാണോ അവരിലേക്ക് ഇത് വോട്ട് ചായും. നേരത്തെ ഉണ്ടായിരുന്നത് നേരെ തിരിച്ചാണ്. BJPയെ എല്ലാവരും കൂടെ എതിർക്കുന്ന പ്രവണതയിൽ നിന്ന് ഇപ്പോൾ BJPയുടെ ആശയം CPMും പറയുന്നു, BJPയും പറയുന്നു. രണ്ടുപേരും ഒരേ ആശയം പറയുമ്പോൾ അതിൽ സ്പ്ലിറ്റ് ഉണ്ടാകുന്നുണ്ട്. അത് വിജയ സാധ്യത അടിസ്ഥാനത്തിൽ പാലക്കാടും പന്തളത്തും BJPക്ക് അനുകൂലമാകുമ്പോൾ മറ്റിടങ്ങളിൽ CPMന് അനുകൂലമാകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ BJP നേരിടുന്ന പ്രതിസന്ധി. അവർക്ക് മേൽക്കൈ ഉണ്ട് എന്ന് അവർ കരുതുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലെ നിയമസഭയിൽ 6-7 സീറ്റുകൾ വിജയിക്കണമെന്ന മാസ്റ്റർ പ്ലാനോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ അവരുടെ വോട്ട് CPMലേക്ക് ചോർന്നു പോകുന്നുണ്ട്. CPM നേരത്തെ ഇപ്പോൾ നിയമം പോലെയുള്ള മണ്ഡലങ്ങളിൽ CPM എങ്ങനെയാണ് വിജയിച്ചത്? CPM വിജയിക്കുന്നത് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളും ജനാധിപത്യ മതേതര വിശ്വാസികളും BJPക്കെതിരായി വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത കേരളത്തിലുടനീളമുണ്ട്. BJP ഒറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റ് 2 വിഭാഗങ്ങളിൽ നിന്നുള്ള സ്വതന്ത്രരായി വോട്ടർമാർ ഏതെങ്കിലും ഒരു പാർട്ടിക്ക്, മുന്നണിക്ക്, ഒന്നുകിൽ UDFന് അല്ലെങ്കിൽ LDFന് വോട്ട് ചെയ്യുന്ന പ്രവണത. ഇപ്പോൾ ആ പ്രവണത മാറുകയാണ്. അതിൽ നിന്ന് മാറി BJP പ്രതിനിധീകരിക്കുന്ന അതേ നിയോജക മണ്ഡലത്തിൽ തന്നെ അതേ വോട്ട് ബാങ്കിൽ തന്നെ CPM കടന്നു കയറാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ BJP നേരിടുന്നത്. അതിനുള്ള പരിഹാരം എന്ന നിലയിലുള്ള വർഗീയ പ്രചരണം CPMൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്ന പദ്ധതിക്കാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ശരി, ഞാൻ അതിഥികളിലേക്ക് ചർച്ചയിലേക്ക് വിടും. ശ്രീ നിജേഷ, നോക്കൂ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വന്നിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞ ആ വിമർശനം എന്ന് പറയുന്നത് ലീഗിനെ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു. ലീഗിനേക്കാൾ വലിയ വർഗീയ പാർട്ടിയായി കോൺഗ്രസ് മാറി എന്ന തരത്തിൽ. ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കേൾക്കുന്നത് അത് CPM ക്യാമ്പിൽ നിന്നാണ്. അത് ബാരനിൽ നിന്ന്, സജി ചെറിയാനിൽ നിന്ന്, മറ്റ് നേതാക്കളിൽ നിന്നൊക്കെ ലീഗിനെ ലക്ഷ്യമിട്ട്, ജമാഅത്തെ ഇസ്ലാമിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രസ്താവനകൾ, വിദ്വേഷ പ്രചാരണങ്ങൾ. അതേ സ്വരം തന്നെ ഇന്ന് നരേന്ദ്രമോദിക്കും. ഇവർ രണ്ടുപേർക്കും
ഒരു ഈ വിഷയത്തിൽ ഒരേ ശബ്ദമാണ്, ഒരേ പ്രതികരണമാണ് എന്ന് തോന്നുകയില്ലേ ഇന്നിപ്പോൾ മോദി വന്ന് ആ പ്രസ്താവന നടത്തിയപ്പോൾ? കഴിഞ്ഞ 10 വർഷമായി കേരള രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പണ്ട് RSS CPM സംഘടനകൾ പതിവായിരുന്നു. എനിക്ക് തോന്നുന്നത് RSSന്റെ നേതാവ് മനോജ് വധമാണ് ആ സീരീസിലെ ഏറ്റവും അവസാനത്തേത്. അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് വെച്ച് ശ്രീ M എന്ന് പറയുന്ന ഒരാളുടെ മധ്യസ്ഥതയിൽ പിണറായി വിജയനും RSSന്റെ നേതാക്കളും ഒരുമിച്ചിരിക്കുന്നു, ചർച്ച ചെയ്യുന്നു, അവർ ഒരുമിച്ച് പോകാനുള്ള ഒരു നടപടികളിലേക്ക് പോകുന്നു. അതിനിടയ്ക്കാണ് 90കളിലെ BJP രാഷ്ട്രീയത്തിന്, കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്ത OK വാസുവിനെയും അശോകനെ പോലെയുമുള്ള ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് CPMൽ ചേരുന്നു. അതിന്റെ നേതാക്കന്മാരായി വരുന്നു. അവർ മലബാർ ബോർഡിന്റെ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വന്നു. അണികളൊക്കെ അതിലേക്ക് മാറുന്നു. പിന്നീടുണ്ടായ മാറ്റം ശ്രീകൃഷ്ണ ജയന്തിയും ഹനുമാൻ ജയന്തിയും ഒക്കെ ആഘോഷിക്കുന്ന CPMകാരെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അതൊരു സാവകാശം അവർ ഒരുമിച്ച് ചേർന്നപ്പോൾ ഗുണപരമായ മാറ്റം രാഷ്ട്രീയ സംഘടനകൾ അവസാനിച്ചു എന്നാണ്. എന്നാൽ രണ്ടാമത്തെ മാറ്റം എന്താണ്? CPMനകത്തുള്ള ഒരു ഹിന്ദുത്വ വർഗീയതയിലേക്കുള്ള ഒരു ചുവടുവെപ്പിലേക്ക് CPM പോയതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ കുറെ കാലമായി അവർ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളെടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും സംഭവിക്കാൻ പോകുന്നതാണ്. ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് AK ബാലൻ, എപ്പോഴും CPMനെ ന്യായീകരിക്കുന്ന AK ബാലൻ ഒറ്റ പ്രസ്താവന, UDF അധികാരത്തിൽ വന്നാൽ ജമായത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. തൊട്ടടുത്ത വാചകത്തിൽ അദ്ദേഹം പറഞ്ഞു, മാറാടുകൾ ആവർത്തിക്കും. കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഗീയ കലാപം. ആ മാറാട് കലാപത്തിൽ എത്ര CPMക്കാർ പ്രതികളുണ്ട് എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനെ തള്ളിപ്പറയേണ്ടതിന് പകരം കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനെ ഓൺ ചെയ്തു പറഞ്ഞു. AK ബാലനെ തള്ളിപ്പറയാൻ തയ്യാറായില്ല. സജി ചെറിയാൻ വളരെ വിവാദകരമായ ഒരു പ്രസ്താവന, നമ്മുടെ കാസർകോട്ടെ മലപ്പുറത്തുമുള്ള പ്രതിനിധികളുടെ പേര് കേട്ടാൽ മതി നമ്മൾക്കറിയാമെന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിപ്പറയാനുള്ള ഒരു ചങ്കൂറ്റം CPMന്റെ ഭാഗത്തുണ്ടായില്ല. CPM അതിനെപ്പറ്റി മിണ്ടിയില്ല. എത്രയോ ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം തള്ളിയോ കൊണ്ടോ എന്നറിയാത്ത രീതിയിലുള്ള പ്രസ്താവനയുമായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി വർഗീയ രാഷ്ട്രീയം പറയാൻ CPMന് മടിയില്ലാത്ത അവസ്ഥ. എന്തു പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് എന്ന് ആവർത്തിച്ച് പറയുന്നത്. നിലമ്പൂർ ഇലക്ഷനിലൊക്കെ വളരെ വ്യക്തമായി നമ്മൾ അവിടെ സ്റ്റാൻഡ് തന്നെ പറഞ്ഞു. എന്നാൽ പോലും CPM ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ഓരോ വേദിയിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ കേരളത്തോട് പറഞ്ഞത്, ഞങ്ങൾ 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ശരി വർഗീയതയോട് സന്ധിയില്ല. വർഗീയതയെ വാരി പുണരുന്ന ആളുകളെ, അവരെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന, അവരെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു പൊളിറ്റിക്സിനെ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. അത് ഏത് വർഗീയതയാണെങ്കിലും ഞങ്ങൾ അതിനോട് സമരസപ്പെടാൻ തയ്യാറല്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു. ഞങ്ങൾ ആ സെക്യുലർ സ്പേസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ അപകടകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ CPM BJP ബാന്ധവുമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ആരംഭിക്കുകയും ഇന്ന് അതിന്റെ ഒരു മാക്സിമത്തിൽ എത്തി നിൽക്കുകയും ചെയ്തിരിക്കുന്ന ഒരു വല്ലാത്ത ബാന്ധവം ഇവിടെയുണ്ട്. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച വോട്ട് ബാങ്ക് ഷെയറുകളെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ആ ഷെയർ നമ്മൾ പഠിക്കേണ്ട, കേരളത്തിലെ രാഷ്ട്രീയക്കാർ പഠിക്കേണ്ട ഒരു പൊളിറ്റിക്സിലേക്കാണ്. അവിടെയാണ് അത് എരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന രീതിയിലേക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ കടന്നു വന്നിട്ട് അദ്ദേഹം പറയുന്ന MMC ഒരു പുതിയ തിയറി കൊണ്ടുവരികയാണ്. കേരളത്തിലെ ഏതെങ്കിലും രീതിയിൽ വർഗീയമായി ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിനകത്തേക്ക് ഒരു വികാരം ഉണ്ടാക്കാൻ പര്യാപ്തമായ ഒരു എണ്ണയൊഴിക്കലാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ BJPയുടെ പ്രതിനിധി പറഞ്ഞത് ദിവ്യ ശ്രദ്ധിച്ചോ, 27ാമത്തെ ദിവസം ഒരു പ്ലാൻ അങ്ങോട്ട് കൈമാറി. അതിന് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് നമ്മുടെ പൈസ മുടക്കി ഇവിടെ കൊണ്ടുവരേണ്ട, എന്തെങ്കിലും കാര്യമുണ്ട് ഇമെയിൽ അയച്ചു കൊടുത്താൽ പോരെ, ഞങ്ങൾക്ക് ഇങ്ങനെ പ്ലാൻ ഉണ്ട്, എന്നിട്ട് നിങ്ങൾ അംഗീകരിച്ച് മാസ്റ്റർ പ്ലാനായി പണവും അവന് അനുവദിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് അല്ലാതെ ഞങ്ങളൊരു പ്ലാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. 1853 ഏപ്രിൽ മാസം 16-നാണ് ബോംബെ താനെ റെയിൽപാത ഉണ്ടായത്, 175 കൊല്ലം മുമ്പ്. അതിന്റെ ക്രമാനുഗതമായ മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കൂ എന്നൊക്കെ BJPക്കാരൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് പിറകോട്ട് ചിന്തിച്ചു നോക്കണമെന്നാണ് പ്രിയപ്പെട്ട BJPക്കാരെ പറയാനുള്ളത്. നിങ്ങൾ ഈ കഴിഞ്ഞ 11 കൊല്ലം കൊണ്ട് ഒന്നും ഈ രാജ്യത്തിന് ചെയ്തിട്ടില്ല. ഞാൻ ഒറ്റ വരി കൂടി പറയട്ടെ. ശ്രീ പ്രകാശ് ഭാഷ, അതിദരിദ്രർ, നമ്മൾ സംവാദത്തിൽ ഏർപ്പെടുകയാണ്. താങ്കളുടെ ജില്ലയിൽ തന്നെ പെട്ട ഒരു പ്രദേശത്തിലെ അതിദരിദ്രരുടെ ചിത്രമായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം മലയാള മനോരമ 1-ാം പേജിൽ വാർത്ത കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഏതെങ്കിലും ചിത്രം എടുത്തു കാണിക്കുന്നു എന്നല്ല പറയേണ്ടത്. ഒരു അന്താരാഷ്ട്ര ഏജൻസിയോ ഒരു നാഷണൽ ഏജൻസിയോ നിങ്ങൾ പ്രഖ്യാപിച്ച അതിദരിദ്രരില്ലാത്ത കേരളത്തെ പറ്റി പഠിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ആ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുക. നിങ്ങൾ തന്നെ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ തന്നെ നടപ്പിലാക്കുന്നു. അതിനെതിരെ കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധർ ഓരോ കാര്യം നിങ്ങൾ പറഞ്ഞ ഓരോ പാരാമീറ്റർ വെച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ മൗനമായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങളോട് സംവദിക്കുന്നതായിരുന്നില്ല. മിസ്റ്റർ പ്രകാശൻ മാസ്റ്റർ, നിങ്ങളുടെ പ്രഖ്യാപനം എന്ന് സ്വയം നോക്കൂ. AK ബാലൻ പറഞ്ഞതിന്റെ ബാക്കിയായി, സജി ചെറിയാൻ പറഞ്ഞതിന്റെ ബാക്കിയായി ഇതാ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് പറയുന്നു, മുസ്ലിം ലീഗിനേക്കാൾ വർഗീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന്. ലീഗിനെ തന്നെ ലക്ഷ്യമിടുന്നു. നിങ്ങളുടെ അതേ സ്വരം നിങ്ങൾ പറയുന്നതിന്റെ ബാക്കി എന്നോണം അദ്ദേഹം പറയുന്നു.
വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ ഇപ്പോഴും തള്ളി പറയുന്നില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. തള്ളി പറയുന്നില്ല എന്ന് മാത്രമല്ല, ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട് ഇതുവരെ. അപ്പോൾ സംഘപരിവാറിന്റെ ശബ്ദമാണ് CPM എന്ന് കരുതുന്നതിൽ, അങ്ങനെ വിലയിരുത്തുന്നതിൽ തെറ്റില്ലല്ലോ. ഇപ്പോൾ വർഗീയതയിൽ സംഘപരിവാറിന്റെ ശബ്ദമാണ് CPM എന്ന് സ്ഥാപിക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു താല്പര്യമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാം പ്രദേശത്ത് ജമാഅത്ത് ഇസ്ലാമിക്കാർ വന്ന് പ്രചരിപ്പിച്ചത് നരേന്ദ്രമോദി പിന്നെയും പറ്റും, പിണറായി വിജയനാണ് ഏറ്റവും എതിർക്കേണ്ടതാണ്, SIR നടപ്പാക്കുന്നത് പിണറായി വിജയനാണെന്നാണ്. അപ്പൊ അത് സ്ഥാപിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യയിൽ ഇന്ന് വർഗീയതയുടെ നിലവാരം എന്താണെന്ന് നിങ്ങൾ അറിയണം. ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ശരിപ്പെടുത്താൻ BJPയുടെ ഗവൺമെന്റ് എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അതിനെ രാജ്യത്താകെ മതനിരപേക്ഷതാ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഞങ്ങളാകാവുന്ന രൂപത്തിൽ ചെറുക്കുന്ന പാർട്ടി ഞങ്ങളാണ്. എന്താണിപ്പോ ഇവിടെ കേരളത്തില് ലീഗിനെ പറയേണ്ടി വന്ന കാര്യം? ലീഗ് ഇന്നലെ വരെയുള്ള ഒരു സന്ദർഭത്തിലും ജമാഅത്തെ ഇസ്ലാമിയെ സ്വീകരിച്ചൊരു പാർട്ടിയല്ല. ജമാഅത്തെ ഇസ്ലാമി RSSനെ പോലെ മുസ്ലിം തീവ്രവാദം, ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കണം എന്നുള്ള മൗദൂദിയുടെ മുദ്രാവാക്യം അംഗീകരിച്ച് നടക്കുന്ന പ്രസ്ഥാനമാണ്. അതിനൊരിക്കലും ലീഗ് സ്വീകരിച്ചിട്ടില്ല. വെൽഫെയർ പാർട്ടിയായിട്ടോ അതുപോലെ തന്നെ SDP ആയിട്ടോ ഏതെങ്കിലും ഒരു കാലത്ത് UDF മുന്നണിയായിട്ടില്ല. എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇവർ ഒറ്റക്കെട്ടാണ്, ഒരേ കുടക്കീഴിലാണ്. ഇത് ശക്തിപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഹിന്ദു വർഗീയതയാണ്. അക്കാര്യം ചൂണ്ടിക്കാട്ടുന്ന ചുമതല ഞങ്ങൾക്കുള്ളതാണ്. ഞങ്ങളെ ചൂണ്ടിക്കാട്ടും. ഞങ്ങൾ ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയെയും SDP-യെയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയെയും അതിനെല്ലാ നിലക്കും പിന്തുണക്കുന്ന ലീഗിനെയും അതിന് വളർത്തുന്ന BJP കോൺഗ്രസിനെ വിമർശിക്കും. ഞാൻ പറയട്ടെ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞതിലൊന്നും ഇടപെട്ടില്ലല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ബേജാറുണ്ടെന്ന് എനിക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ബേജാറുണ്ട്. പക്ഷെ ഞാൻ പറയാനുള്ളത് പറയട്ടെ. കേരളത്തിൽ തൃശ്ശൂരിൽ BJPക്ക് ആദ്യമായിട്ട് ഒരു MP ഉണ്ടായത് UDFന്റെ 86,000 വോട്ട് കുറഞ്ഞ് 76,000 വോട്ടിനെ ജയിച്ചാണെന്നത് ആർക്കറിയാതിരിക്കുന്നത്? ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 51 സീറ്റിൽ തിരുവനന്തപുരത്ത് BJP ജയിക്കുമ്പോൾ 41 സീറ്റിലും കോൺഗ്രസ് BJP സഖ്യമാണെന്നും 41 സീറ്റിൽ കോൺഗ്രസ് UDF 3-ാം സ്ഥാനത്താണെന്നും 20 സീറ്റിൽ അവർക്ക് നേരത്തെ കിട്ടിയ വോട്ടിന് പകുതിയെ കിട്ടിയിട്ടുള്ളതുമെന്നും 4 സീറ്റിൽ 400 താഴെ വോട്ടേ കിട്ടിയിട്ടുള്ളതെന്നും നിങ്ങൾക്കറിയാലോ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബേപ്പൂരിലും വടകരയിലും ഒന്നിച്ച് കോൺഗ്രസും ലീഗും BJP മത്സരിച്ച് ഒന്നിച്ച് ഈ കേരളത്തിൽ വേറെ ഇല്ല ചരിത്രത്തിൽ നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ കൃത്യമായ നിലക്ക് തന്നെ മറുപടി നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇവിടെ ഞങ്ങളുടെ നിലപാട് പകൽ വെളിച്ച പോലെ വ്യക്തമാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഒരു വർഗീയത അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അത് ന്യൂനപക്ഷ വർഗീയതയാലും ഭൂരിപക്ഷ വർഗീയതയാലും. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രചരണം നടത്തുന്നത്. ഇവിടെ ഈ പറയുന്ന BJPക്ക് ഇപ്പോ കോൺഗ്രസ് പറയുന്നു BJP തെറ്റായ നിലപാട് സ്വീകരിക്കുന്നു, ജനാധിപത്യ ധ്വംസനം നടത്തുന്നു, മതനിരപേക്ഷത തകർന്നു. ഞങ്ങളുടെ നിലപാട് അതാണ്. ഞങ്ങൾ കോൺഗ്രസും അത് പറയുന്നുണ്ട്. എപ്പോൾ മുതലാണ് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഒക്കെ മാറ്റി നിർത്തപ്പെടേണ്ടവർ അല്ലെങ്കിൽ വർഗീയ പാർട്ടിയായി മാറിയത് നിങ്ങൾക്ക്? ഒരു കാലത്തും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ഒരു കാലത്തും തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടോ സഖ്യമോ ധാരണയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന നിലപാടുണ്ടായിരുന്നില്ലല്ലോ CPM-ന്. ഒരു കാലത്തും ഉണ്ടാക്കില്ല. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മൗലാന മൗദൂദി ഒരിക്കലും ഒരു വർഗീയവാദി അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പറയേയില്ല. അത് പറയണമെങ്കിൽ ഇയാൾ വരണം, ആരെയും നമ്മളെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം പറഞ്ഞു അവർ ആശയം മാറ്റി, ജമാഅത്ത് ഇസ്ലാമി ആശയം മാറ്റി. അദ്ദേഹത്തോട് സ്വകാര്യം പോയി പറഞ്ഞെന്നറിയില്ല. അദ്ദേഹം പറയും. കാരണം അദ്ദേഹം ഈ പറയുന്ന BJP നേതാവിന്റെ ജന്മശതാബ്ദി ചടങ്ങ് പോയിട്ട് ഉദ്ഘാടനം ചെയ്ത ആളാണ്. അതുപോലെ KPCC അധ്യക്ഷനാണല്ലോ RSSന്റെ ശാഖക്കാവുന്നത്. അത് നിങ്ങൾക്ക് വാർത്തയാവില്ല. കാരണം നിങ്ങൾക്ക് മാർക്സിസ്റ്റുകാർക്കെതിരായിട്ട് സ്ഥാപിക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് മാധ്യമത്തിലൊന്നും വാർത്തയാവില്ല. പക്ഷെ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. പിന്നെ RSSനോട് ഞങ്ങളുടെ വിരോധത്തിന് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. ഏറ്റവും ഏറെ ആളുകളുടെ ശവം RSSക്കാരെ കൊന്നുകളി ഇവരുടെ ശവം ഏറ്റുവാങ്ങിയ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അത് നിങ്ങൾക്കാരും ഞങ്ങൾ RSSകാർക്കെതിരാണ്, അല്ല. ലീഗ് മുസ്ലിങ്ങൾ ഏറെയുള്ള ഒരു മതനിരപേക്ഷ പാർട്ടിയാണ് എന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവർ സ്വീകരിച്ച ചില നിലപാടുകൾ വർഗീയ നിലപാടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴവർ വർഗീയ പാർട്ടികളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് വർഗീയം കളിക്കുകയാണ് ഇവര്. ഏത് വിഷയം വരുമ്പോൾ മുസ്ലിം എങ്ങനെ ബാധിക്കും അങ്ങനെ പറയേണ്ട കാര്യം എന്താ? പൊതുവായിട്ടുള്ള വിഷയം വരുമ്പോൾ ഹിന്ദുവിനെ എങ്ങനെ ബാധിക്കും, മുസ്ലിം എങ്ങനെ ബാധിക്കും അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ സമൂഹത്തെ എങ്ങനെ ബാധിക്കുമെന്നല്ലേ പറയേണ്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിയും. അങ്ങനെയല്ലല്ലോ പറയുന്നത്. അപ്പോ
അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പൊ കേരളം മതനിരപേക്ഷ സമൂഹമാണ്. അത് നിങ്ങളാരും ഉണ്ടാക്കിയതല്ല. കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള ആകെ നടത്തിയ എണ്ണമറ്റ പോരാട്ടത്തിന് ഫലമാണ്. ഒറ്റക്കാര്യം കൂടി ഞാൻ പറയാം. എന്നെ പറയാൻ വിടണം. വെള്ളാപ്പള്ളി SNDPയുടെ നേതാവാണ്, NSSന്റെ നേതാവാണ് സുകുമാരൻ നായർ. ഇവിടെ പുലയ മഹാസഭയുണ്ട്, ധീവര സഭയുണ്ട്, ഒരുപാട് സാമുദായിക പാർട്ടികളുണ്ട്. അവരൊന്നും രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നൊന്നുമില്ല. അവർക്ക് പല നിലപാടുണ്ടാവും. അവരെടുക്കുന്ന നിലപാടുകളെല്ലാം തള്ളിപ്പറയുക, സ്വീകരിക്കുക ഞങ്ങളുടെ പണിയല്ല. അവര് രാഷ്ട്രീയ പാർട്ടിയൊന്നും അല്ലല്ലോ. കോൺഗ്രസ് പറഞ്ഞാൽ ഞങ്ങൾ മറുപടി പറയും, ലീഗ് പറഞ്ഞാൽ നമ്മൾ മറുപടി പറയും, BJP പറഞ്ഞാൽ മറുപടി പറയും. മറ്റ് ഓരോ സാമുദായിക സംഘടന പറഞ്ഞാൽ ഞങ്ങൾ തന്നെ എതിർക്കുക, അനുകൂലിക്കുകയും ചെയ്യേണ്ടത്. അവർ രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ലല്ലോ. അതുകൊണ്ട് എന്താണ് അതിന് ഇപ്പോ നിങ്ങളിപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താ ജമാഅത്ത് ഇസ്ലാം ഉപയോഗിച്ച മാർഗം? വെള്ളാപ്പള്ളിയെ അയ്യപ്പ സംഗമത്തിന് പോകുന്ന സമയത്ത് മുഖ്യമന്ത്രി കാർ കയറ്റി. അതുകൊണ്ട് വെള്ളാപ്പള്ളി പറയുന്നെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ്. മുഖ്യമന്ത്രി എഴുതി കൊടുക്കുന്നതനുസരിച്ച് വെള്ളാപ്പള്ളി അങ്ങനെയാണോ? വെള്ളാപ്പള്ളിയെ ശക്തമായി വിമർശിച്ചിട്ടില്ലേ? SNDP ശക്തമായി വിമർശിച്ചിട്ടില്ലേ? NSS വിമർശിച്ചിട്ടില്ലേ? ഞങ്ങൾക്ക് അത്ര വിമർശനം വരുമ്പോ പറയും, ഇനിയും പറയും, നാളെയും പറയും. നല്ല നിലപാട് അത് ശരിയല്ല, അത് തെറ്റാണെന്നെങ്കിലും പറയാനുള്ള ആർജവം കാണിക്കണ്ടേ മുഖ്യമന്ത്രി പിണറായി വിജയൻ? അദ്ദേഹമാണല്ലോ കേരളം ഭരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞേ, ഓരോ അവർ രാഷ്ട്രീയ പാർട്ടിയെ മത്സരിക്കും. അല്ല, രാഷ്ട്രീയ പാർട്ടിയെ മത്സരിക്കുമ്പോൾ പറയാം ഓരോ സംഘടന സ്വീകരിക്കുന്ന നിലപാട് ഓരോ സാമുദായിക പാർട്ടിയും പറയുന്നത് അത്രേ പറയാ, അത്രേ എപ്പോഴും പറയാറുള്ളൂ. കേസെടുക്കണ്ടേ? ഞാൻ പറയാം, രാഷ്ട്രീയ രംഗത്തുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വർഗീയതയെ സംബന്ധിച്ചാണല്ലോ രാഷ്ട്രീയ രംഗത്ത് ചർച്ച ചെയ്യുന്നത്. സാമുദായിക പാർട്ടികളെ കുറിച്ച് അവരെന്നെ പറയുന്നുണ്ടല്ലോ. സാമുദായിക പാർട്ടികൾ സാമുദായിക പാർട്ടികളാണ്. അടുത്ത സംശയമുള്ളത്, സാമുദായിക പാർട്ടികൾക്ക് പല വിഷയത്തിൽ നിലപാടുണ്ടാവും. തെരഞ്ഞെടുപ്പിൽ അവർ ചിലരെ അനുകൂലിക്കും, ചിലരെ എതിർക്കും. അത് അവരുടെ നിലപാട്. എന്നാൽ അവർ പറയുന്ന ഓരോ കാര്യത്തിനും ഞങ്ങളുടെ നിലപാട് ഇതിന് പറയേണ്ട ആവശ്യം ഒരിക്കലും പറയാറില്ല. ശക്തമായിട്ട് കേരളത്തിന്റെ ഫാബ്രിക്കിനെ ആകെ ബാധിക്കുന്ന വിഷയം വരുമ്പോ പറയേണ്ട കാര്യത്തിൽ ഞങ്ങൾ പറയും. ആ പറയേണ്ട ഞങ്ങളുടെ ചുമതലയാണ്. അതല്ലാതെ ഓരോരുത്തരും പറയുന്നു, അതിന്റെ മേലെ ആരെല്ലാം എന്തെല്ലാം പ്രസ്താവന നടത്തുന്നുണ്ട്, ഓരോ ദിവസം അതിന് മേലെ ഓരോരുത്തരുടെ കാര്യം എന്താ? ഞങ്ങളുടെ നിലപാട് സുവിദിതമാണെന്ന്. ഞങ്ങളുടെ നിലപാടിനെ സംബന്ധിച്ച് ആർക്കും സംശയം അവിടെ ഒരു കാര്യമില്ല. അത് സുവിദിതമായ നിലപാടാണ്. അതിലൊന്നും ഒരു മാറ്റവും ഞങ്ങൾ വരുത്തില്ല, വരുത്തിയിട്ടില്ല, വരുത്തുകയില്ല. വളരെ വ്യക്തമാണ്. നിങ്ങൾ വോട്ടിന് വേണ്ടിയിട്ട് ഇതെല്ലാം ദുർവ്യാഖ്യാനിച്ച് മാർക്സിസ്റ്റുകാർ അങ്ങനെയാണ്, മാർക്സിസ്റ്റുകാർ മുസ്ലിം വിരോധികളാണ്, പിണറായി വിജയനാണ് ഏറ്റവും വലിയ മുസ്ലിം വിരോധി എന്നെല്ലാം സ്ഥാപിക്കണം നിങ്ങൾ താല്പര്യം. ഞങ്ങൾ പറഞ്ഞു, സതീശൻ നോക്കൂ, താങ്കൾ BDJS പ്രവർത്തകൻ കൂടിയാണ്. പലതവണയായി BDJS അവരുടെ അതൃപ്തി, മുന്നണിക്കുള്ളിലെ അതൃപ്തി പലപ്പോഴായി പറയുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് മുന്നണിക്കുള്ളിൽ? നിങ്ങൾ തൃപ്തരാണോ? ഇനിയിപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ? എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ തൃപ്തിയും അതൃപ്തിയുമല്ല. ഈ രണ്ടു കൂട്ടർക്കും സംസാരിക്കുവാനുള്ള എല്ലാവിധ സമയവും കൊടുത്ത് എന്നെ ഇവിടെ നോക്കൂത്തിയെപ്പോലെ ഇരുത്തുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കുറച്ച് കേൾക്കണം. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ BDJSൻ്റെ പ്രതിനിധി തന്നെയാണ്. ദേശീയ ജനാധിപത്യ മുന്നണിയിലെ സഖ്യകക്ഷിയായ BDJSൻ്റെ പ്രതിനിധി തന്നെയാണ്. ഇവിടെ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞു എന്ന രീതിയിലുള്ള സംസാരം ഈ കോൺഗ്രസ് പ്രതിനിധിയിൽ നിന്ന് വന്നു. അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെയാണ് പറഞ്ഞത്. പല ആവർത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം പറയാം. ഈ ഷാജി മുൻ MLA അദ്ദേഹത്തിൻ്റെ പ്രസംഗം 9.5 വർഷം ഞങ്ങളുടെ മതമാണ് എന്ന് പറഞ്ഞ ഈ ഷാജി പ്രസംഗിച്ചത്, ഈ ഷാജിക്കെതിരായിട്ട് ഈ കോൺഗ്രസിന്റെ ആരെങ്കിലും തടഞ്ഞോ? BD സതീശൻ തള്ളിക്കളഞ്ഞോ? ശരി. നന്ദി ശ്രീ സതീശൻ. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നതുകൊണ്ട് എനിക്ക് വളരെ അർജന്റായി ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് അതിഥികൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം ക്ഷമിക്കുക, കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്തതിന് നന്ദി.